നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK പ്രതിരോധ കേന്ദ്രങ്ങൾ, റെയിൽവേകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന പ്രതിഷേധക്കാരെയും വിദേശ രാജ്യങ്ങളെയും തടയാൻ കരാറുമായി ലണ്ടനും കൈവും. കരാർ പ്രകാരം പ്രതിഷേധക്കാരെയും വിദേശ രാജ്യങ്ങളെയും തടയാൻ ഉക്രൈനിന് യുദ്ധക്കള ഡാറ്റയിൽ പരിശീലനം ലഭിച്ച AI മോഡലുകൾ ഉപയോഗിക്കും. പുതിയ സംവിധാനം നിർമ്മിക്കാൻ ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബിൽ നിന്നുമുള്ള വിപുലമായ ഡാറ്റയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം നൽകും. കുഴിച്ചിട്ട ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകളിലെ ചലനങ്ങൾ വിശകലനം ചെയ്ത് പ്രതിഷേധക്കാരെയും മറ്റ് സുരക്ഷാ ഭീഷണികളെയും തിരിച്ചറിയുന്ന AI സെൻസറുകൾ വികസിപ്പിക്കും. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ഭക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നതായി റിപ്പോർട്ട്. 4/3 സെക്കൻഡറി സ്കൂളുകളിലും നൽകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണം. ചട്ടലംഘനം കണ്ടെത്തിയത് ജാമി ഒലിവർ സ്ഥാപിച്ച ഭക്ഷ്യ ചാരിറ്റി ബൈറ്റ് ബാക്ക് നടത്തിയ പരിശോധനയിൽ. 391 സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ മെനുകൾ പരിശോധിച്ചതിൽ ചട്ടലംഘനം നടന്നിരിക്കുന്നത് 4/3 സ്കൂളുകളിലും. ചിപ്സ്, ബർഗർ, ഹാഷ് ബ്രൗൺ തുടങ്ങിയ കൊഴുപ്പും ഉപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഭക്ഷണ രീതികളും തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആരോഗ്യ പ്രവർത്തകർ. ജയിലിൽ നിന്നും മോചിതരാകുന്ന ഗുരുതര കുറ്റവാളികൾക്കായി നിയന്ത്രണ മേഖലകൾ ഏർപ്പെടുത്തുമെന്ന പദ്ധതിയിൽ വ്യക്തമായ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതിൽ UK നീതിന്യായ മന്ത്രാലയത്തിനെതിരെ വ്യാപക വിമർശനം. ഒക്ടോബറിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ പദ്ധതി നടപ്പിലാക്കും. ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തുന്ന കുറ്റവാളികളുടെ ഇരകളുടെയും വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ സമീപമുള്ള പ്രത്യേക മേഖലകൾ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നതിനായി ഇലക്ട്രോണിക് ടാഗിംഗ് സംവിധാനം ഉപയോഗിക്കും. കുറ്റവാളികളിൽ നിന്നും ഭീഷണി നേരിടുന്ന ഇരകളിൽ കൂടുതൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുമെന്ന് ഗാർഹിക പീഡനത്തിനെതിരെ പോരാടുന്ന റിയാനോൾ ബ്രാഗോ വ്യക്തമാക്കി. ഇറാനെതിരായ ഉപരോധ നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ എല്ലാ വരുമാന സ്രോതസ്സുകളും തടയുന്നതിനുള്ള സാമ്പത്തിക ഉപരോധം ശക്തമാക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അമേരിക്കൻ ഉപരോധ നടപടികൾ സഹകരിക്കാത്ത രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. പുതിയ പ്രഖ്യാപനം ഇറാനെതിരായ യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുകയും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇറാനുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടു. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അഭയം തേടിയതോ അഭയാർത്ഥി പദവിക്കായി അപേക്ഷിച്ചതോ ആയ 2 ലക്ഷം വിദേശികളുടെ ബിസിനസ്, ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കും. ട്രംപിന്റെ തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടത്തിന് സാധ്യത. 2016 മുതൽ 26 വരെ അനുവദിച്ച B1, B2 വിഭാഗങ്ങളിലെ വിസകളിൽ വിസ ഉടമകൾ അമേരിക്കയിൽ അഭയം തേടുകയോ അതിനാൽ അപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവ റദ്ദാക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം. ഹ്രസ്വകാല സന്ദർശകരെന്ന നിലയിൽ അമേരിക്കയിൽ എത്തിയ ശേഷം സ്ഥിരമായി രാജ്യത്ത് തുടരുന്നതിനായി അഭയാർത്ഥി പദവിക്ക് അപേക്ഷിച്ച വിദേശികളുടെ നോൺ എമിഗ്രന്റ് വിസകൾ കണ്ടെത്തി റദ്ദാക്കാൻ DHSുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന G7 യോഗത്തിനിടെ ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംയുക്ത പത്രസമ്മേളനം ഒഴിവാക്കിയ കാരണം വ്യക്തമാക്കി ഇന്ത്യ. ട്രംപിനെ അത്രയ്ക്കങ്ങ് വിശ്വാസം പോരായെന്ന് ഇന്ത്യ US. വ്യാപാര കരാർ അന്തിമമാകാത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ഉള്ളതുകൊണ്ടുമെന്ന സംശയം ഉയരുന്നതാണ്. ട്രംപിന്റെ ആർക്കും പ്രവചിക്കാനാവാൻ കഴിയാത്ത സ്വഭാവ സവിശേഷത കാരണമാണ് ഇന്ത്യ US സംയുക്ത പത്രസമ്മേളനം വേണ്ടെന്ന് വെച്ചതെന്നും US അംബാസഡർ സെർജിയോ ഗോർ. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയത് വിവാദമായതോടെ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ കർശനമാക്കി. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ല എന്ന പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കി. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തി. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നിവരും അർഹതാ പട്ടികയിൽ നിന്നും പുറത്താകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും നേരിട്ട് സഹായം ലഭിക്കില്ല. എന്നാൽ MTS ക്ലാസ് 4 ഗ്രൂപ്പ് D ജീവനക്കാർക്ക് ഇളവ് നൽകും. പ്രതിമാസം 10,000 രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കുന്നവർക്കും സാമ്പത്തിക സഹായം ലഭിക്കില്ല. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയ 206 കോടി രൂപ മറ്റാരുടെയോ പണമെന്ന കണ്ടെത്തലിന് പിന്നാലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. ഹിന്ദുജ ലെറ്റ് ലൈൻ ഫിനാൻസ് 73.23 കോടി രൂപയും ഗോകുലം ചിറ്റി ആൻഡ് ഫിനാൻസ് 133.64 കോടി രൂപയും സ്പോൺസർ കമ്പനിക്ക് നൽകിയതായും EDയുടെ കണ്ടെത്തൽ. പണമിടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാൻ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി. സ്പോൺസർ കമ്പനി പരസ്യ കരാറോ മറ്റെന്തെങ്കിലും സേവനങ്ങളോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നും തുക തിരിച്ചു നൽകിയോ എന്നതടക്കം അന്വേഷിക്കും.
വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി MVD. സംസ്ഥാനത്താകെ പരിശോധന ശക്തമാക്കും. വാഹനങ്ങൾ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ചുമത്തും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിച്ചത്. എല്ലാ RTOമാരും സെപ്റ്റംബർ 3-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറേറ്റിന് നിർദ്ദേശം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണമെന്നും കഴിഞ്ഞ 3 മാസ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷൻ എടുത്ത നടപടികൾ അറിയിക്കണമെന്നും സർക്കാർ. വാർത്തകൾ വിശദമായി. ലണ്ടനും കൈവും തമ്മിലുള്ള ഒരു കരാർ അനുസരിച്ച് UK പ്രതിരോധ കേന്ദ്രങ്ങൾ, റെയിൽവേകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന പ്രതിഷേധക്കാർക്കെതിരെ വിദേശ രാജ്യങ്ങളെയും തടയാൻ ഉക്രൈനിൽ യുദ്ധകള ഡാറ്റയിൽ പരിശീലനം ലഭിച്ച AI മോഡലുകൾ ഉപയോഗിക്കും. പുതിയ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബിൽ നിന്നുമുള്ള വിപുലമായ ഡാറ്റയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം നൽകും. ഇത് UKയിൽ ഇത്തരത്തിലുള്ള ആദ്യ കരാറാണ്. പ്രതിഷേധക്കാരെയോ ശത്രുതാപരമായ ഭരണകൂട ആക്രമണത്തെയോ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാതൃക നിർമ്മിക്കുന്നതിനായി UKയിലെ ഒരു പ്രതിരോധ കേന്ദ്രത്തിലാണ് ഈ പദ്ധതി പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക. വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ കണ്ടെത്തുന്നതിന് കുഴിച്ചിട്ട ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളിൽ AI ഒപ്റ്റിമൈസ് ചെയ്ത സെൻസറുകൾ ഇത് ഉപയോഗിക്കുന്നു. UK ഗവൺമെന്റും ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബും തമ്മിലാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തന്ത്രപ്രധാന വിവരങ്ങളും ഡ്രോൺ ഡാറ്റയും UKയിലെ സ്വകാര്യ AI കമ്പനികൾ ലഭ്യമാക്കും. കുഴിച്ചിട്ട ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളിലെ ചലനങ്ങൾ വിശകലനം ചെയ്ത് പ്രതിഷേധക്കാരെയും മറ്റ് സുരക്ഷാ ഭീഷണികളെയും തിരിച്ചറിയുന്ന AI സെൻസറുകൾ വികസിപ്പിക്കാനാണ് പദ്ധതി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കമ്പനികളായ സിൻഡല, മൈൻഡ് ഫൗണ്ടറി, സ്കൈറൽ എന്നിവരുമായി ചേർന്ന് ആദ്യഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചു. മുൻപ് RAF ബ്രൈസ് നോൾട്ടൺ വ്യോമസേന താവളത്തിലേക്ക് പലസ്തീൻ ആക്ഷൻ പ്രവർത്തകർ അതിക്രമിച്ചു കയറി വിമാനങ്ങളിൽ പെയിന്റടിച്ച സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. യുദ്ധകളത്തിലെ ഡാറ്റയും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിഷേധക്കാരെ തടയാൻ ഉപയോഗിക്കുന്നത് സ്വകാര്യത അവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ സെക്കൻഡറി സ്കൂളുകളിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് റിപ്പോർട്ട്. ജാമി ഒലിവർ സ്ഥാപിച്ച ഭക്ഷ്യ ചാരിറ്റി ബൈറ്റ് ബാക്ക് 391 സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ മെനുകൾ പരിശോധിച്ചതിൽ 4-3 സ്കൂളുകളിലും കുറഞ്ഞത് ഒരു ചട്ടലംഘനമെങ്കിലും കണ്ടെത്തി. ചിപ്സ്, ബർഗർ, ഹാഷ് ബ്രൗൺ തുടങ്ങിയ കൊഴുപ്പും ഉപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങൾ അനുവദനീയമായതിലും അധികം തവണ നൽകുന്നതായി പ്രധാന കണ്ടെത്തൽ. 206 സ്കൂളുകളിൽ, അതായത് 53%, ചിപ്സ്, ഓറിയോസ്, ചോക്ലേറ്റ് ബാറുകൾ, പേസ്ട്രികൾ തുടങ്ങിയ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ലഘുഭക്ഷണമായി വിൽക്കുന്നതായി കണ്ടെത്തി. 224 സ്കൂളുകളിൽ ബർഗർ, നഗറ്റ്സ്, സോസേജ് തുടങ്ങിയ മാംസവിഭവങ്ങൾ ആഴ്ചയിൽ അനുവദിച്ചിരിക്കുന്ന 2 തവണയേക്കാൾ കൂടുതലായി നൽകി. ഹാഷ് ബ്രൗൺ 144 സ്കൂളുകളിലും അനുവദനീയമായതിലധികം തവണ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. 123 സ്കൂളുകൾ ഡെസേർട്ടുകളിലും ബേക്കറി വിഭവങ്ങളും നിരോധിച്ചിട്ടുള്ള ചോക്ലേറ്റും ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം ഭക്ഷണ രീതികൾ ആശങ്കാജനകമാണെന്ന് ആരോഗ്യ പ്രവർത്തകരും ഭക്ഷണരംഗത്തെ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടി. അതേസമയം കിറ്റ്കാറ്റ്, ഹരിബോ, മാൾട്ടീസേഴ്സ് തുടങ്ങിയ മിഠായികൾ നേരിട്ട് വിൽക്കുന്നതിനുള്ള നിരോധനം ലംഘിച്ച സ്കൂളുകൾ 8 മാത്രമാണ്. നിരോധിത പഞ്ചസാര പാനീയങ്ങൾ വെച്ചുള്ള 3 സ്കൂളുകളിലും മാത്രം കണ്ടെത്തി. അടുത്ത അധ്യയന വർഷം മുതൽ സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന്റെ പരിധി വിപുലീകരിക്കുന്നതിനൊപ്പം ഭക്ഷണചട്ടങ്ങൾ ശക്തമാക്കാനും നിയമലംഘനങ്ങൾ തടയാൻ കർശനമായ പരിശോധനാ സംവിധാനവും ഓരോ സ്കൂളുകളും ഭക്ഷണ നയവും മെനുവും ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്ന വ്യവസ്ഥയും കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. ജയിലിൽ നിന്നും മോചിതരാകുന്ന ഗുരുതര കുറ്റവാളികൾക്കായി നിയന്ത്രണ മേഖലകൾ ഏർപ്പെടുത്തുമെന്ന പദ്ധതിയുടെ വ്യക്തമായ വിശദാംശങ്ങൾ നീതിന്യായ മന്ത്രാലയം പുറത്തുവിടാത്തതിൽ വ്യാപക വിമർശനം. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്ടോബറിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി പ്രകാരം ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ ഇരകളുടെ വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ സമീപമുള്ള പ്രത്യേക മേഖലകൾ പ്രവേശിക്കുന്നതിൽ നിന്നും തടയും. ഇതിനായി ഇലക്ട്രോണിക് ടാഗറിംഗ് സംവിധാനം ഉപയോഗിക്കും. പ്രവർത്തന സംവിധാനം പൂർണ്ണമായും തയ്യാറാക്കുന്നതിന് മുൻപ് വലിയ വാർത്താ പ്രാധാന്യം നേടാൻ മാത്രമാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ മേഖലകളുടെ വ്യാപ്തി എത്രയായിരിക്കും? നിയന്ത്രണ മേഖലകൾ ലംഘിച്ചാൽ എന്ത് നടപടിയുണ്ടാകും? പ്രൊബേഷൻ സർവീസുകൾക്ക് ഇത് നിരീക്ഷിക്കാനുള്ള ശേഷിയുണ്ടോ?
തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് മന്ത്രാലയം വ്യക്തത നൽകിയിട്ടില്ല. വ്യക്തതയില്ലാത്ത വാർത്തകൾ ജയിൽ മോചിതരാകുന്ന കുറ്റവാളികളിൽ നിന്നും ഭീഷണി നേരിടുന്ന ഇരകളിൽ കൂടുതൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുമെന്നും ഗാർഹിക പീഡനത്തിനെതിരെ പോരാടുന്ന റിയാനോ ബർഗ്, ഹെർഗട്ടിബാർക്ക് ജ്ഞാറ്റൻ തുടങ്ങിയ പ്രമുഖ പ്രവർത്തകർ വ്യക്തമാക്കി. മന്ത്രാലയം വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ഇരകളുടെ സംഘടനകളുമായി ചേർന്ന് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും അറിയിച്ചു. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലെ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന തേർഡ് പാർട്ടി കാർ പാർക്കിംഗ് സ്ഥലമായ കാൽഡെയ്ൻ ബിസിനസ് പാർക്കിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ശനിയാഴ്ച രാത്രിയാണ് വൻ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ഏകദേശം 140ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. കൂടാതെ സമീപത്തെ സ്ഥാപനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും 2000-ലധികം വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. മനഃപൂർവ്വം തീയിട്ടതാണെന്ന സംശയത്തിൽ 67 വയസ്സുള്ള ഒരാളെ സക്സസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഫയർഫോഴ്സിന് മുമ്പ് വാഹനങ്ങൾ സംഭാവന നൽകിയിരുന്ന ബ്രേക്ക് ഡൗൺ റിക്കവറി സ്ഥാപനങ്ങൾക്കും BS ബാങ്കർ റേസിംഗ് ടീമിനും തീപിടുത്തത്തിൽ വലിയ നഷ്ടം സംഭവിച്ചു. ഇത് ഗാറ്റ്വിക് വിമാനത്താവളത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കാർ പാർക്കിംഗ് അല്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ച യാത്രക്കാർ അതത് പാർക്കിംഗ് ഓപ്പറേറ്റർമാരെ നേരിട്ട് ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാനോ 1504 എന്ന സീരിയൽ നമ്പർ ഉദ്ധരിച്ച് 101 എന്ന നമ്പറിലേക്ക് വിളിക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. UK-യിൽ സർവകലാശാല പഠനം പൂർത്തിയാക്കി തൊഴിൽ വിപണിയിലേക്ക് എത്തുന്നവർക്കുള്ള ജോലി അവസരങ്ങൾ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുന്നതായി റിപ്പോർട്ട്. റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റായ അഡ്സുനയുടെ കണക്കുകൾ അനുസരിച്ച് ജൂലൈയിൽ ഗ്രാജുവേറ്റുകൾക്കായി പരസ്യം ചെയ്ത ഒഴിവുകൾ 8383 മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 45% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2017-ൽ 55,000-ലധികം ഗ്രാജുവേറ്റ് തസ്തികകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോഴത്തെ കനത്ത തിരിച്ചടി. സെപ്റ്റംബറിൽ 2,62,820 പേർ സർവകലാശാലകളിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് തൊഴിൽ വിപണിയിലെ ഈ പ്രതിസന്ധി ഉടലെടുത്തത്. ആരോഗ്യ സംരക്ഷണം, നഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും ഒഴിവുകൾ കുറഞ്ഞതായി അഡ്സുന ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ഇൻഷുറൻസ് സംഭാവനകളും മിനിമം വേതനവും ഉയർന്നതോടെ കമ്പനികൾ നിയമനം വെട്ടിക്കുറച്ചതാണ് പ്രധാന കാരണം. ഇതിനു പുറമെ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പകരം ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളിലേക്ക് നിക്ഷേപം മാറ്റുന്നതും തൊഴിൽ അവസരങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ അധ്യാപനം, യാത്രാമേഖല, വ്യാപാരം, നിർമ്മാണം എന്നിവയിൽ ഗ്രാജുവേറ്റുകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയ്ക്കൊപ്പം മാനുഫാക്ചറിംഗ് രംഗത്തും പുതിയ ഒഴിവുകൾ ഉയരുന്നത് പ്രതീക്ഷ നൽകുന്ന സൂചനയാണെങ്കിലും മറ്റു മേഖലകളിലെ സാഹചര്യം 3 മാസം മുൻപത്തേക്കാൾ മോശമായതായും അഡ്സുന സഹസ്ഥാപകൻ ആൻഡ്രൂ ഹക്കണ്ടർ പറഞ്ഞു. തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ ഈ പ്രവണത യുവാക്കൾക്കിടയിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിരാശയും വർദ്ധിപ്പിക്കുകയാണ്. UK മലയാളികൾക്ക് ഓണം ബമ്പറായി രൂപയ്ക്കെതിരെ പൗണ്ട് മൂല്യം റെക്കോർഡിൽ. ഒരു പൗണ്ടിന്റെ മൂല്യം 130.50 രൂപ എത്തി. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിന് പ്രധാന കാരണം. തുടർച്ചയായി 4ാമത്തെ ആഴ്ചയാണ് പൗണ്ട് വില ഉയർത്തി വിനിമയ വിപണിയിൽ കരുത്തു കാണിക്കുന്നത്. എന്നാൽ നാണയപ്പെരുപ്പം ചെറുക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഉയർത്തിയാൽ പൗണ്ടിന്റെ വിലയിൽ മാറ്റമുണ്ടാകും. അടുത്ത മാസം 17-ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിരക്ക് നിശ്ചയിക്കാനുള്ള യോഗം ചേരും. ഇത് നിർണായകമാണ്. നാണയപ്പെരുപ്പം 2.9% ഉയർന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് നേട്ടമാകുമ്പോൾ നാട്ടിൽ നിന്നും പണം അയക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും തിരിച്ചടിയാണ്. പഠനത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് രൂപയിൽ നിന്നുമുള്ള വിനിമയ നിരക്കിലെ വർധനവ് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധനവ് വലിയ നേട്ടമാവുകയും ചെയ്യും. അന്താരാഷ്ട്ര വിനിമയ വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് സാമ്പത്തികമായും അനുകൂലമായ സാഹചര്യമാണ്. യുദ്ധഭീതിയിലും യാത്രാ തടസ്സങ്ങളും നിലനിൽക്കുന്നതിനിടയിലും രൂപയുടെ ഇടിവ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. 2023 മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം 97 ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു. ഏപ്രിൽ പക്ഷേ വിനിമയ മൂല്യം 100 കടന്നു. 2024 ഓഗസ്റ്റിൽ 110 രൂപയിലെത്തി. ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നത്. കുടുംബമായി UK-യിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക
ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ്. ഇവർക്ക് UK പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ ഇടയില്ല. ഇറാന്റെ എല്ലാ വരുമാന സ്രോതസ്സുകളും തടയുന്നതിനുള്ള സാമ്പത്തിക ഉപരോധം ശക്തമാക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനെതിരായ ഉപരോധ നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച ബെസന്റ് അമേരിക്കൻ ഉപരോധ നടപടികൾ സഹകരിക്കാത്ത രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുകയും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനമെത്തിയത്. ഈ ഏകാധിപത്യ ഭരണകൂടത്തെ നിലനിർത്തുന്ന എല്ലാ സാമ്പത്തിക ജീവനാഡികളും വിച്ഛേദിച്ച് തെഹ്റാനെ ഒറ്റപ്പെടുത്തുകയാണ് ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ലക്ഷ്യം. തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബെൻസൺ ഇക്കാര്യം വ്യക്തമാക്കി. ഇറാനെതിരായ ഉപരോധ നടപടികൾ സഹകരിക്കാത്ത രാജ്യങ്ങളും ഇറാന്റെ ഒറ്റപ്പെടലിൽ പങ്കാളികളാകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ബെസന്റ് പറഞ്ഞു. ഇറാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ ഭരണകൂടം ഉപയോഗിക്കുന്ന 5 നിർണായക മേഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി US ട്രഷറി വകുപ്പ് അറിയിച്ചു. ഡിജിറ്റൽ ആസ്തികൾ, സാങ്കേതികവിദ്യ, സ്വർണം, വ്യോമയാനം, കപ്പൽ ഗതാഗതം എന്നീ മേഖലകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇറാനു വേണ്ടി പണമിടപാട് ക്രമക്കേടുകൾക്ക് സഹായം നൽകുന്നത് ഏത് സ്ഥാപനത്തെയും US ഡോളർ സംവിധാനത്തിൽ നിന്നും പുറത്താക്കുമെന്നും ബെസന്റ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ചൈനീസ് ബാങ്കുകൾക്കും ഉപരോധം നേരിടേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് അമേരിക്കൻ ഉപരോധങ്ങളുടെ പരിധിക്ക് പുറത്തായി ആരുമില്ല എന്നായിരുന്നു ബെസന്റിന്റെ മറുപടി. തെഹ്റാനെതിരായ അമേരിക്കയുടെ ശക്തമാകുന്ന സാമ്പത്തിക നടപടികളെ നേരത്തെ തന്നെ ബെസന്റ് സാമ്പത്തിക D-Day എന്നാണ് വിശേഷിപ്പിച്ചത്. ഫിനാൻഷ്യൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മധ്യപൂർവ്വദേശത്തെ നിലവിലെ യുദ്ധത്തിന് തുടക്കമായത്. തുടർന്ന് ഇറാൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചടികൾ നടത്തിയിരുന്നു. അമേരിക്കയിൽ അഭയം തേടിയതോ അഭയാർത്ഥി പദവിക്കായി അപേക്ഷിച്ചതോ ആയ 2 ലക്ഷം വരെ വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. നടപടി നടപ്പായാൽ US ചരിത്രത്തിലെ ഒറ്റയടിക്കുള്ള ഏറ്റവും വലിയ വിസ റദ്ദാക്കലായിരിക്കും ഇത്. തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടത്തിനുള്ള സാധ്യത. 2016 മുതൽ 26 വരെ അനുവദിച്ച B1, B2 വിഭാഗങ്ങളിലെ വിസകളിൽ വിസ ഉടമകൾ അമേരിക്കയിൽ അഭയം തേടുകയോ അതിനായി അപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ റദ്ദാക്കാനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രേഖകളും 2 US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. ആഭ്യന്തര സുരക്ഷാ വകുപ്പുമായി സഹകരിച്ചായിരിക്കും നടപടി. ഹ്രസ്വകാല സന്ദർശകരെന്ന നിലയിൽ അമേരിക്കയിലെത്തിയ ശേഷം സ്ഥിരമായി രാജ്യത്ത് തുടരുന്നതിനായി അഭയാർത്ഥി പദവിക്ക് അപേക്ഷിച്ച വിദേശികളുടെ നോൺ ഇമിഗ്രന്റ് വിസകൾ കണ്ടെത്തി റദ്ദാക്കാൻ DHSുമായി സഹകരിക്കുകയാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. എത്ര വിസകൾ റദ്ദാക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. നടപടിക്രമം തുടർച്ചയായി നടക്കുന്നതിനാൽ റദ്ദാക്കുന്ന വിസകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കുമെന്നും ഘട്ടം ഘട്ടമായാണ് നടപടി ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിസ റദ്ദാക്കുന്നത് ബന്ധപ്പെട്ടവരെ ഉടൻ നാടുകടത്തുന്നതിന് ഇടയാക്കുമെന്നുമില്ല എന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. അഭയാർത്ഥി അപേക്ഷകൾ നിലവിൽ പരിഗണനയിലുള്ളവരിൽ ഭൂരിഭാഗം പേരും വിസ പദവി പുനർവർഗീകരിക്കപ്പെടുമെങ്കിലും ബിസിനസ് ടൂറിസ്റ്റ് സന്ദർശകരെന്ന നിലവിലുള്ള പദവി നഷ്ടപ്പെടും. നടപടി അന്തിമമായിട്ടില്ലാത്തതിനാൽ പേര് വെളിപ്പെടുത്താതെയാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും 2ാം തവണ അധികാരമേറ്റതിന് പിന്നാലെ വിസ അപേക്ഷകരെ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ഭരണകൂടം ശക്തമാക്കിയിരുന്നു. അപേക്ഷകരുടെ സാമൂഹ്യമാധ്യമം ഉപയോഗിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുക, വിസ നടപടിക്കായി ഉയർന്ന തുകയുടെ ബോണ്ട് നിർബന്ധമാക്കുക, ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നത് പൂർണ്ണമായും വിലക്കുക തുടങ്ങിയ നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചു. ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ ഉപയോഗിച്ച് അമേരിക്കയിലെത്തി പിന്നീട് അഭയാർത്ഥി പദവിക്ക് അപേക്ഷിക്കുന്നവരെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോ സമൂഹ മാധ്യമമായ പോസ്റ്റിലൂടെ വിമർശിച്ചു. ബർത്ത് ടൂറിസം എന്നറിയപ്പെടുന്ന രീതിക്കെതിരെയും ട്രംപ് ഭരണകൂടം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രസവത്തിനായി വിദേശ ഗർഭിണികൾ അമേരിക്കയിലേക്ക് എത്തുകയും കുട്ടിക്ക് ജന്മാവകാശ പൗരത്വം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഭരണകൂടം ആരോപിക്കുന്ന ഈ രീതി. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാൻ ട്രംപ് പലതവണ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഈ നീക്കങ്ങൾ തടഞ്ഞിരുന്നു. അമേരിക്കയിലെ നിലവിലെ B1, B2 വിസ ഉടമകളുടെ പരിശോധന ആരംഭിച്ചത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ നിന്നും അഭയാർത്ഥി അപേക്ഷകളെക്കുറിച്ചുള്ള വിവരങ്ങൾ
സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലഭിച്ചതിന് ശേഷമാണെന്നും അസോസിയേറ്റഡ് പ്രസിന് ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്നു. നഗര ഉടമസ്ഥതയിൽ 5 പലചരക്ക് കടകൾ ആരംഭിക്കുവാനുള്ള ന്യൂയോർക്ക് മേയർ സൊഹാൻ മംദാനിയുടെ പദ്ധതിക്കെതിരെ ചെറുകിട വ്യാപാരികൾ കോടതിയെ സമീപിച്ചു. നൂറുകണക്കിന് ചെറുകിട സൂപ്പർ മാർക്കറ്റ്, ബോഡേഗ, പലചരക്ക് കട ഉടമകളെ പ്രതിനിധീകരിക്കുന്ന മൾട്ടി കൾച്ചറൽ ബിസിനസ് കോയലിഷനാണ് മംദാനിക്കും നഗര ഭരണകൂടത്തിനുമെതിരെ കേസ് ഫയൽ ചെയ്തത്. മംദാനിയുടെ പദ്ധതി ചെറുകിട ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകളുടെ സിവിൽ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നാണ് സംഘടനയുടെ ആരോപണം. നഗരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കടകൾ നൽകുന്ന വിലക്കുറവുമായി മത്സരിക്കാൻ ചെറുകിട വ്യാപാരികൾക്ക് കഴിയില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂയോർക്ക് കൗണ്ടി സുപ്രീം കോടതിയിലാണ് സംഘടന ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തത്. വാടക നൽകേണ്ടതില്ലെന്നും വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടതില്ലാത്തതുമാണ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിലയ്ക്ക് വാങ്ങേണ്ടതില്ലാത്തതുമായ ഒരു സൂപ്പർ മാർക്കറ്റുമായി കഠിനാധ്വാനം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾക്ക് മത്സരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. സംഘടനയുടെ ജനറൽ കൗൺസിലും ഗ്രേറ്റർ ന്യൂയോർക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ മാർക്ക് ജാഫെ പറഞ്ഞു. കേസിനെ കുറിച്ചുള്ള പ്രതികരണത്തിനായി ന്യൂയോർക്ക് സിറ്റി നിയമവകുപ്പ് മംദാനിയുടെ ഓഫീസിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച നഗരത്തിലെ പാർക്ക് പദ്ധതിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ പദ്ധതിക്ക് നിയമപരമായ സാധുതയുണ്ട് എന്നും അത് അനിവാര്യമാണെന്നും മംദാനി വ്യക്തമാക്കി. 85 ലക്ഷം ജനങ്ങളുള്ള ഒരു നഗരത്തിൽ 5 നഗര ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകളാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നഗരത്തിൽ ഇതിനകം തന്നെ 1000-ലധികം പലചരക്ക് കടകളുണ്ട്. ഇക്കാര്യമാണ് മംദാനി വ്യക്തമാക്കിയത്. മാൻഹട്ടനിലും ബ്രൂക്ലിനും സമാനമായ മാതൃകയിൽ പ്രവർത്തിക്കുന്ന 2 വിപണികൾ സമീപത്തെ ബോഡേകളെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മംദാനി പരാമർശിച്ച ഈ വിപണികൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവയാണ്. നഗരത്തിന്റെ സാമ്പത്തിക വികസന കോർപ്പറേഷനാണ് ഇവ നിയന്ത്രിക്കുന്നത്. നഗര ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വാടകയ്ക്ക് സ്വകാര്യ വ്യാപാരികൾക്ക് നൽകുന്നതിനൊപ്പം പ്രവർത്തന ചെലവിന്റെ ഒരു ഭാഗവും കോർപ്പറേഷൻ വഹിക്കുന്നുണ്ട്. മംദാനി ഭരണകൂടത്തിന്റെ പ്രധാന ചെലവ് കുറയ്ക്കൽ പദ്ധതിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നത് ഇത് 3ാം തവണയാണ്. ഈ മാസം ആദ്യം ചില വീട്ടുടമകൾക്ക് ബാധകമാകുന്ന മംദാനിയുടെ നികുതി നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം കോടതിയെ സമീപിച്ചിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 130.42 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.17 യൂറോ, 1 US ഡോളർ 95.71 ഇന്ത്യൻ രൂപ, 1 യൂറോ 111.60 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.36 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 69.09 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന G7 യോഗത്തിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംയുക്ത പത്രസമ്മേളനം നടത്താത്തത് ട്രംപിന്റെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവ സവിശേഷത കാരണമാണെന്ന് ഇന്ത്യ. സംയുക്ത പത്രസമ്മേളനം വേണ്ടെന്ന് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നതായി US അംബാസഡർ സെർജിയോ ഗോർ കഴിഞ്ഞ ദിവസം ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ ചർച്ചയ്ക്കിടെയാണ് 2 മാസം മുൻപ് ഫ്രാൻസിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സെർജിയോ ഗോർ സംസാരിച്ചത്. ഇന്ത്യ-US വ്യാപാര കരാർ അന്തിമമാകാത്തത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നത ഉള്ളതുകൊണ്ട് എന്ന സംശയം ഉയരുന്നതിനിടെയാണ് സെർജിയോ ഗോറിന്റെ പ്രതികരണമെത്തിയത്. അന്ന് പ്രസിഡന്റും താനുമാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതെന്നും ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്ന ചടങ്ങ് വേണ്ടെന്ന് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഗോർ പറഞ്ഞു. അക്കാര്യം മറന്ന ട്രംപ് 45 മിനിറ്റ് മാധ്യമങ്ങളുമായി സംസാരിച്ച ശേഷം എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചതും ഗോർ വ്യക്തമാക്കി. OBC ക്രിമിലെയർ വിധി 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ ബാധകമാക്കണമോ എന്നതിൽ വ്യക്തത തേടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച് ഉചിതമായ ഉത്തരവ് നൽകണമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. മാർച്ച് 11 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം OBC വിഭാഗത്തിന്റെ ക്രിമിലെയർ പദവി നിർണയിക്കാൻ കഴിയില്ല എന്നായിരുന്നു മാർച്ച് 11 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി. ഉദ്യോഗാർത്ഥികൾ OBC ക്രിമിലെയറിലാണോ നോൺ ക്രിമിലെയറാണോ എന്ന് തീരുമാനിക്കാൻ സമൂഹസ്ഥിതി മാനദണ്ഡമാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഉദ്യോഗാർത്ഥികളുടെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വഹിക്കുന്ന തസ്തികകൾ, പദവികൾ ഉൾപ്പെടെ ക്രിമിലെയർ നിർണയത്തിന് പരിഗണിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 2025 സിവിൽ സർവീസ് ബാച്ചിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ ആഴ്ച ആരംഭിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം.
ക്രിമിനൽ വിഷയത്തിൽ സുപ്രധാനമായ സുപ്രീം കോടതി വിധി വരുന്നത് 2025 സിവിൽ സർവീസ് ഫലം വന്ന 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. പരീക്ഷാ ഫലം വരുന്നതിന് മുമ്പ് വന്ന ഉത്തരവായതിനാൽ 2025 ബാച്ചിന് ഈ ഉത്തരവ് ബാധകമാക്കണമോ എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയോട് ആരാഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ നിർണയം, കേഡർ അലോട്ട്മെന്റ് ഉൾപ്പെടെ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും അതിനാൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം വൈകാതെ ഉണ്ടാകണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ സുപ്രീം കോടതി ഉത്തരവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടപ്പാക്കാനാണ് സാധ്യത. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലി വിവാദമുയർന്നപ്പോൾ ചട്ടങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ധനസഹായം നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര കൃഷി സഹമന്ത്രി ഭാഗീരഥി ചൗധരിയുടെ രാജസ്ഥാനിലെ കക്കേരിക്ക ഫാമിന് 99.6 ലക്ഷം രൂപ സബ്സിഡി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി നരേഷ് പാൽ ഗാംഗ്വാറിന്റെ കുടുംബാംഗങ്ങളുടെ പദ്ധതിക്ക് 1.16 കോടി രൂപ വഴിവിട്ട് ആനുകൂല്യം ലഭിച്ചതുമാണ് വിവാദമായത്. ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, എംപിമാർ, MLAമാർ, MLCമാർ എന്നിവർക്ക് സാമ്പത്തിക സഹായത്തിന് ഇനി അർഹതയുണ്ടാകില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷർ എന്നിവരും അർഹതാ പട്ടികയിൽ നിന്നും പുറത്താകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നേരിട്ട് സഹായം ലഭിക്കില്ല. എന്നാൽ MTS ക്ലാസ് 4 ഗ്രൂപ്പ് D ജീവനക്കാർക്കും ഇളവുണ്ട്. പ്രതിമാസം 10,000 രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കുന്നവരും സാമ്പത്തിക സഹായത്തിന് അർഹരായിരിക്കില്ല. കർഷക സംഘങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകില്ല. അതേസമയം ഈ വിഭാഗങ്ങളിൽ പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു തവണ സഹായം ലഭ്യമാക്കാം. പദ്ധതികളിൽ കുടുംബം എന്നതിന്റെ നിർവചനം കേന്ദ്രം വിപുലീകരിച്ചു. ഭർത്താവ്, ഭാര്യ, ആശ്രിതരായ പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരായിരുന്നു കുടുംബത്തിന്റെ പരിധിയിൽ നിലവിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ നിർവചനം അനുസരിച്ച് ഭർത്താവ്, ഭാര്യ, പിതാവ്, മാതാവ്, ആൺമക്കൾ, പെൺമക്കൾ എന്നിവരും കുടുംബത്തിന്റെ പരിധിയിൽ വരും. ഒരു കുടുംബത്തിലെ ഒരാൾക്കു മാത്രമേ പദ്ധതിക്കു കീഴിൽ സാമ്പത്തിക സഹായം ലഭിക്കൂ. വ്യക്തിഗതമായ പങ്കാളിത്ത സ്ഥാപനം, ഉടമസ്ഥ സ്ഥാപനം എന്നിവ വഴിയോ കമ്പനി ഡയറക്ടർ എന്ന നിലയിലോ അപേക്ഷിച്ചാലും ഈ വ്യവസ്ഥ ബാധകമായിരിക്കും. ഒരു കുടുംബത്തിന് ലഭിച്ച സാമ്പത്തിക സഹായം കുടുംബത്തിന് മൊത്തമായി ലഭിച്ച സഹായമായി കണക്കാക്കും. ഗുണഭോക്താക്കൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 50% നിലവിൽ സബ്സിഡി. ഇനി ഇത് 35% സാമ്പത്തിക സഹായം നേടുന്നതിന് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ തുക തിരിച്ചുപിടിക്കും. ആനുകൂല്യം ലഭിച്ചത് വിവാദമായതോടെ ഭഗീരഥ് ചൗധരി തുക തിരിച്ചടച്ചു. നരേഷ് പാൽ ഗാംഗ്വാറിനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാക്കിയത് വിവാദമായതോടെ അവിടെ നിന്നും മാറ്റി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയ 206 കോടി രൂപ മറ്റാരുടെ പണമെന്ന കണ്ടെത്തലിന് പിന്നാലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. ഹിന്ദുജ ലെയ്ലാൻഡ് ഫിനാൻസ് 73.23 കോടി രൂപയും ഗോകുലം ചിറ്റി ആൻഡ് ഫണ്ട്സ് ഫിനാൻസിന് 133.64 കോടി രൂപയും സ്പോൺസർ കമ്പനിക്ക് നൽകി എന്നാണ് കണ്ടെത്തൽ. പണമിടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാനാണ് ഈ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടും ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളാണ് എന്നത് പണമിടപാടിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് GST വകുപ്പിന്റെ നിരീക്ഷണം. 10 ലക്ഷം രൂപ അടച്ചു തീർത്ത മൂലധനമുള്ള സ്പോൺസർ കമ്പനിക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇത്രയേറെ തുക നൽകിയതെന്നാണ് ചോദ്യം. ഈടായ വസ്തുക്കൾ നൽകിയിട്ടുണ്ടോ? ആരാണ് അതിന് സൗകര്യം ഒരുക്കിയതെന്നും വിശദീകരിക്കണം. സ്പോൺസർ കമ്പനി പരസ്യ കരാറോ മറ്റെന്തെങ്കിലും സേവനങ്ങളോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? തുക തിരിച്ചു നൽകിയോ? ഉണ്ടെങ്കിൽ ആർക്ക്, എപ്പോൾ, ഏത് ഉറവിടത്തിൽ നിന്ന് നൽകി എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. സ്പോൺസർ കൈമാറിയ പണം നികുതിദായകന്റെ സ്വന്തം ബിസിനസ് വരുമാനത്തിൽ നിന്നോ മൂലധനത്തിൽ നിന്നോ അല്ല എന്ന് GST വിഭാഗം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. തുക സാധാരണ വാണിജ്യ വായ്പയാണ് എന്നതിനും തെളിവില്ല. വായ്പയാണെങ്കിൽ 18% നികുതി ബാധകമായ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. 206 കോടി രൂപയുടെ വരവിൽ പലിശയോ TDS രീതിയോ ഇല്ല. പണം അക്കൗണ്ടിലെത്തിയ ഉടൻ മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തി. സ്പോൺസറുടെ അക്കൗണ്ട് ഇടനില അക്കൗണ്ടായി പ്രവർത്തിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ അനുവദിക്കുന്ന ഗ്രാന്റുകളുടെ 50% തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ 2ാം ഗഡു കിട്ടില്ല എന്ന മുന്നറിയിപ്പ്.
പണം ഏതെങ്കിലും പ്രത്യേക കേന്ദ്ര പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി ഉപയോഗിക്കാൻ പാടില്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ തനത് വരുമാനം കൂട്ടണമെന്നും ഉപാധി. 2028-29 മുതൽ അനുവദിക്കാവുന്ന ഗഡുവിന്റെ 10% കൂടുതൽ 15ാം കമ്മീഷന്റെ പണം ബാക്കിയുണ്ടെങ്കിൽ ഗ്രാന്റ് കിട്ടില്ല. അതിനുശേഷം വർഷം മുതൽ പണം പൂർണ്ണമായും ചെലവഴിച്ചില്ലെങ്കിൽ വിഹിതം ലഭിക്കില്ല. ബേസിക് ഗ്രാന്റിന്റെ 50% ടൈഡ് ഗ്രാന്റായും ബാക്കി അൺടൈഡായുമാണ് നൽകുന്നത്. രണ്ടു വിഭാഗത്തിലും ഉൾപ്പെടുത്താവുന്ന പദ്ധതികളുടെ പട്ടിക മുൻഗണനാക്രമത്തിൽ ത്രിതല പഞ്ചായത്ത് തയ്യാറാക്കണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്താൻ വ്യവസ്ഥകൾക്ക് വിധേയമായി പെർഫോമൻസ് ഗ്രാന്റ് നൽകും. ഇത് അൺടൈഡ് വിഭാഗത്തിലാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് സേവന ഫീസ് ഈടാക്കാനും നികുതി ചുമത്താനുമുള്ള അധികാരമുള്ളതിനാൽ നിശ്ചയിച്ച തനതു വരുമാന നിരക്കോ അതിൽ കൂടുതലോ കൈവരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെർഫോമൻസ് ഗ്രാന്റ്. ഗ്രാമപഞ്ചായത്തുകൾ ഓരോ വീട്ടിൽ നിന്നും വർഷം 1200 രൂപ എന്ന നിരക്കിൽ വരുമാനം കണ്ടെത്തണമെന്നതാണ് വ്യവസ്ഥ. വാടക വരുമാനം, ആസ്തികളിൽ നിന്നുമുള്ള വരുമാനം, യൂസർ ഫീ എന്നിങ്ങനെ ഇത് കണ്ടെത്താം. വാഹനങ്ങളിൽ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി MVD. സംസ്ഥാനത്താകെ പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ചുമത്തും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷന് മാറ്റം വീണ്ടും വാഹനം ഹാജരാക്കേണ്ടതുണ്ട്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചിരിക്കുന്നത്. എല്ലാ RTOമാരും സെപ്റ്റംബർ 3-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ 3 മാസ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിൽ എടുത്ത നടപടി അറിയിക്കണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനിലുള്ള വാഹനങ്ങൾ കണ്ടെത്തണമെന്നും കഴിഞ്ഞ 3 മാസ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷൻ എടുത്ത നടപടി അറിയിക്കണമെന്നും നിർദ്ദേശം. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ പിഴ ഈടാക്കണം. അനുവദനീയമായതിൽ കൂടുതലായി ഒരു ലൈറ്റും വാഹനത്തിൽ ഘടിപ്പിക്കരുത്. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കണം. അതിതീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ അനുവദനീയമല്ല. ഇത്തരം ലൈറ്റുകൾ കാൽനടക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിലാക്കുമെന്നും കോടതി വിലയിരുത്തി. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന പുകക്കുഴലുകൾ അപകട സാധ്യത സൃഷ്ടിക്കുന്നതാണെന്നും ഇത് കർശനമായി നിയന്ത്രിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. KCL 3-ാം സീസണിൽ ആദ്യ വിജയവുമായി ട്രിവാൻഡ്രം റോയൽസ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 55 റൺസിനാണ് റോയൽസ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 185 റൺസ് എടുത്തത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചിക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് മാത്രമാണ് നേടാനായത്. ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങിയ റോയൽസിന് വിജയമൊരുക്കിയ സിജോ മോൻ ജോസഫാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. സിജോ മോൻ ജോസഫ് 56, വിനോദ് കുമാർ 20 റൺസുമായി പുറത്താകാതെ നിന്നു. 37 പന്തുകളിൽ 5 ഫോറും 2 സിക്സും അടക്കം സിജോ മോൻ ജോസഫ് 56 റൺസ് നേടിയത്. 3 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി കാർത്തിക് ബി നാരായൺ കൊച്ചിയുടെ ബൗളിംഗ് നിരയിൽ തിളങ്ങി. വലിയ ലക്ഷ്യം പിന്തുടർന്ന് കളിക്കാനിറങ്ങിയ കൊച്ചിയുടെ ബാറ്റർമാർക്ക് ഒരു ഘട്ടത്തിലും അവസരത്തിനൊത്ത് ഉയരാനായില്ല. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ജോബിൻ ജോബിയെ രാഹുൽ ചന്ദ്ര LBWയിൽ കുടുക്കി. 2-ാം ഓവറിൽ 5 റൺസ് എടുത്ത പവൻ ശ്രീധർ റണ്ണൌട്ടായി. വിനോദ് മനോഹരൻ ശ്രീഹരി നായരുടെ പന്തിൽ ക്ലീൻ ബൗളറായി കൂടി ചെയ്തതോടെ കൊച്ചിയുടെ തകർച്ചയ്ക്ക് തുടക്കമായി. തുടർന്നെത്തിയവരിൽ മുഹമ്മദ് ഷാനുവും കാർത്തിക് ബി നായരും മാത്രമാണ് 2 അക്കം കടന്നത്. സച്ചിൻ സുരേഷ് റണ്ണെടുക്കാതെ മടങ്ങിയപ്പോൾ സാലി സാംസൺ 9-ഉം ആൽഫ് ബി ഫ്രാൻസിസ് ജോൺ 8-ഉം മുഹമ്മദ് ആഷിഖ് 3-ഉം റൺസുകൾ നേടി. മുഹമ്മദ് ഷാനുവും 24 റൺസ് എടുത്തപ്പോൾ കാർത്തിക് 41 റൺസുമായി പുറത്താകാതെ നിന്നു. റോയൽസിന് വേണ്ടി ശ്രീഹരി നായർ, സിജോ മോൻ ജോസഫ്, വി അജിത് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK പ്രതിരോധ കേന്ദ്രങ്ങൾ, റെയിൽവേകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന പ്രതിഷേധക്കാരെയും വിദേശ രാജ്യങ്ങളെയും തടയാൻ കരാറുമായി ലണ്ടനും കൈവും. കരാർ പ്രകാരം പ്രതിഷേധക്കാരെയും വിദേശ രാജ്യങ്ങളെയും തടയാൻ ഉക്രൈനിന് യുദ്ധക്കള ഡാറ്റയിൽ പരിശീലനം ലഭിച്ച AI മോഡലുകൾ ഉപയോഗിക്കും. പുതിയ സംവിധാനം നിർമ്മിക്കാൻ ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബിൽ നിന്നുമുള്ള വിപുലമായ ഡാറ്റയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം നൽകും. കുഴിച്ചിട്ട ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകളിലെ ചലനങ്ങൾ വിശകലനം ചെയ്ത് പ്രതിഷേധക്കാരെയും മറ്റ് സുരക്ഷാ ഭീഷണികളെയും തിരിച്ചറിയുന്ന AI സെൻസറുകൾ വികസിപ്പിക്കും.
ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ഭക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നതായി റിപ്പോർട്ട്. 4-ൽ 3 സെക്കൻഡറി സ്കൂളുകളിലും നൽകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണം. ചട്ടലംഘനം കണ്ടെത്തിയത് ജാമി ഒലിവർ സ്ഥാപിച്ച ഭക്ഷ്യ ചാരിറ്റി ബൈറ്റ് ബാക്ക് നടത്തിയ പരിശോധനയിൽ. 391 സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ മെനുകൾ പരിശോധിച്ചതിൽ ചട്ടലംഘനം നടന്നിരിക്കുന്നത് 4-ൽ 3 സ്കൂളുകളിലും. ചിപ്സ്, ബർഗർ, ഹാഷ് ബ്രൗൺ തുടങ്ങിയ കൊഴുപ്പും ഉപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഭക്ഷണ രീതികളും തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആരോഗ്യ പ്രവർത്തകർ. ജയിലിൽ നിന്നും മോചിതരാകുന്ന ഗുരുതര കുറ്റവാളികൾക്കായി നിയന്ത്രണ മേഖലകൾ ഏർപ്പെടുത്തുമെന്ന പദ്ധതിയിൽ വ്യക്തമായ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതിൽ UK നീതിന്യായ മന്ത്രാലയത്തിനെതിരെ വ്യാപക വിമർശനം. ഒക്ടോബറിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ പദ്ധതി നടപ്പിലാക്കും. ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തുന്ന കുറ്റവാളികളുടെ ഇരകളുടെയും വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ സമീപമുള്ള പ്രത്യേക മേഖലകൾ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നതിനായി ഇലക്ട്രോണിക് ടാഗിംഗ് സംവിധാനം ഉപയോഗിക്കും. കുറ്റവാളികളിൽ നിന്നും ഭീഷണി നേരിടുന്ന ഇരകളിൽ കൂടുതൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുമെന്ന് ഗാർഹിക പീഡനത്തിനെതിരെ പോരാടുന്ന റിയാനോൾ ബ്രാഗോ വ്യക്തമാക്കി. ഇറാനെതിരായ ഉപരോധ നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ എല്ലാ വരുമാന സ്രോതസ്സുകളും തടയുന്നതിനുള്ള സാമ്പത്തിക ഉപരോധം ശക്തമാക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അമേരിക്കൻ ഉപരോധ നടപടികൾ സഹകരിക്കാത്ത രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. പുതിയ പ്രഖ്യാപനം ഇറാനെതിരായ യുദ്ധം 6-ാം മാസത്തിലേക്ക് കടക്കുകയും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇറാനുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെട്ടു. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അഭയം തേടിയതോ അഭയാർത്ഥി പദവിക്കായി അപേക്ഷിച്ചതോ ആയ 2 ലക്ഷം വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കും. ട്രംപിന്റെ തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടത്തിന് സാധ്യത. 2016 മുതൽ 26 വരെ അനുവദിച്ച B1, B2 വിഭാഗങ്ങളിലെ വിസകളിൽ വിസ ഉടമകൾ അമേരിക്കയിൽ അഭയം തേടുകയോ അതിനാൽ അപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവ റദ്ദാക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം. ഹ്രസ്വകാല സന്ദർശകരെന്ന നിലയിൽ അമേരിക്കയിൽ എത്തിയ ശേഷം സ്ഥിരമായി രാജ്യത്ത് തുടരുന്നതിനായി അഭയാർത്ഥി പദവിക്ക് അപേക്ഷിച്ച വിദേശികളുടെ നോൺ ഇമിഗ്രന്റ് വിസകൾ കണ്ടെത്തി റദ്ദാക്കാൻ DHSുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന G7 യോഗത്തിനിടെ ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംയുക്ത പത്രസമ്മേളനം ഒഴിവാക്കിയ കാരണം വ്യക്തമാക്കി ഇന്ത്യ. ട്രംപിനെ അത്രയ്ക്കങ്ങ് വിശ്വാസം പോരായെന്ന് ഇന്ത്യ US. വ്യാപാര കരാർ അന്തിമമാകാത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ഉള്ളതുകൊണ്ടുമെന്ന സംശയം ഉയരുന്നതാണ്. ട്രംപിന്റെ ആർക്കും പ്രവചിക്കാനാവാൻ കഴിയാത്ത സ്വഭാവ സവിശേഷത കാരണമാണ് ഇന്ത്യ US സംയുക്ത പത്രസമ്മേളനം വേണ്ടെന്ന് വെച്ചതെന്നും US അംബാസഡർ സെർജിയോ ഗോർ. കാർഷിക സബ്സിഡി ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയത് വിവാദമായതോടെ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ കർശനമാക്കി. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സഹായധനം നൽകാനാകില്ല എന്ന പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കി. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തി. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നിവരും അർഹതാ പട്ടികയിൽ നിന്നും പുറത്താകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും നേരിട്ട് സഹായം ലഭിക്കില്ല. എന്നാൽ MTS ക്ലാസ് 4 ഗ്രൂപ്പ് D ജീവനക്കാർക്ക് ഇളവ് നൽകും. പ്രതിമാസം 10,000 രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കുന്നവർക്കും സാമ്പത്തിക സഹായം ലഭിക്കില്ല. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയ 206 കോടി രൂപ മറ്റാരുടെയോ പണമെന്ന കണ്ടെത്തലിന് പിന്നാലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. ഹിന്ദുജ ലെറ്റ് ലൈൻ ഫിനാൻസ് 73.23 കോടി രൂപയും ഗോകുലം ചിറ്റി ആൻഡ് ഫിനാൻസ് 133.64 കോടി രൂപയും സ്പോൺസർ കമ്പനിക്ക് നൽകിയതായും EDയുടെ കണ്ടെത്തൽ. പണമിടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാൻ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസി. സ്പോൺസർ കമ്പനി പരസ്യ കരാറോ മറ്റെന്തെങ്കിലും സേവനങ്ങളോ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നും തുക തിരിച്ചു നൽകിയോ എന്നതടക്കം അന്വേഷിക്കും. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി MVD. സംസ്ഥാനത്താകെ പരിശോധന ശക്തമാക്കും. വാഹനങ്ങൾ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ചുമത്തും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിച്ചത്. എല്ലാ RTOമാരും സെപ്റ്റംബർ 3-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണമെന്നും കഴിഞ്ഞ 3 മാസ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷൻ എടുത്ത നടപടികൾ അറിയിക്കണമെന്നും സർക്കാർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.